ഹായ് ഗെയ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടോ? വീഡിയോ എന്ന് വെച്ചാൽ വലിയ ലെങ്ത്തുള്ള വീഡിയോ അല്ല, ഷോർട്ട് വീഡിയോ ആയിരുന്നു. അത് കണ്ടിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉടുപ്പിയിലേക്ക് ഒരു യാത്ര പോവുകയാണെന്ന്. ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോയും കാണും. കണ്ടില്ലെങ്കിലും എന്തായാലും ഈ വീഡിയോ തീർച്ചയായും കാണണം കേട്ടോ. കാരണം നമുക്ക് ഒരിക്കലും കാണാൻ പറ്റാത്ത ഒരു കാഴ്ച ഞാൻ കണ്ടു. അത് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്താ വെച്ചാൽ ഉടുപ്പിയിലെ ബ്രഹ്മമുദ്ര എന്നൊരു ക്ഷേത്രത്തിലേക്കാണ് ഞാൻ പോയത് കേട്ടോ. അവിടുത്തെ ഉത്സവം കാണാനാണ് പോയത്. നമ്മുടെ നാട്ടിലെ ഉത്സവം കാണാമെന്നല്ലാണ്ട് നാട് വിട്ട് മറ്റൊരു ദൂരത്തേക്ക് നമ്മൾ ഉത്സവം കാണാനൊന്നും പോകില്ലല്ലോ. അപ്പോൾ എനിക്കങ്ങനെ ഒരു അവസരം കിട്ടി. അപ്പോൾ അത് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത്. കുഞ്ഞല്ല, ഇച്ചിരി ലെങ്ത്ത് കൂടുതലാണ്. എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് മുഴുവനും കാണും കേട്ടോ. കാരണം അത്ര ഭംഗിയാണ് അവിടുത്തെ ക്ഷേത്രങ്ങളും ഉത്സവങ്ങളൊക്കെ കാണാൻ. നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. ഇത് ഹെലാര പഞ്ചുരുളി എന്ന് പറഞ്ഞ ഒരു തെയ്യം എന്ന് പറയാൻ പറ്റില്ല, കോലം. അവിടെ എല്ലാവരും തെയ്യത്തിന് കോലം എന്നാണ് പറയുന്നത് കേട്ടോ. അടിപൊളിയായിരുന്നു കോലങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. കോലങ്ങൾ അലങ്കരിച്ചിരിക്കുന്നതൊക്കെ അടിപൊളിയായിരുന്നു. നമ്മുടെ നാട്ടിലെ തെയ്യം എന്ന് പറയുന്നത് പിന്നെ ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെയുള്ളത്. അവിടെ ചെണ്ടമേളമൊന്നുമില്ല, വാദ്യസ്വരങ്ങളാണ്. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാനും ആസ്വദിക്കാനും നല്ല ഉണ്ടായിരുന്നു. നന്നായിട്ട് ആസ്വദിച്ചു. പിന്നെ അതിൻ്റെ ക്ഷേത്രങ്ങളൊക്കെ അലങ്കരിച്ചിരിക്കുന്നതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മളെ രീതിയിലേ അല്ല, നമ്മുടെ ക്ഷേത്രങ്ങൾ അലങ്കരിച്ചിരിക്കുന്നത് പോലെയൊന്നുമല്ല. കോലങ്ങളും അടിപൊളിയായിരുന്നു. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാം. നമുക്ക് ഒരിക്കലും കാണാൻ പറ്റാത്ത ഒരു ഉത്സവമല്ലേ ഇത്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കുന്നത്. എന്തായാലും വീഡിയോ മുഴുവൻ കാണട്ടോ. പിന്നെ പറയുന്നത് വെച്ചാൽ അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് അടിപൊളി ഫുഡായിരുന്നു. ഞങ്ങൾക്ക് കഴിക്കാനൊന്നും പറ്റില്ല എന്ന് വെച്ചാൽ മടിച്ചാണ് കഴിക്കാൻ ചെന്നത്. പക്ഷേ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. പക്ഷേ എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. ഓരോരുത്തർക്ക് ഓരോ ചോയ്സല്ലേ. ഞാനിത്രയും പറയുന്നുള്ളൂ, അധികം പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾ ഏതായാലും ഈ ഉടുപ്പിയിലെ ഈ ബ്രഹ്മമുദ്ര ക്ഷേത്രത്തിലെ ഉത്സവം കാണും കേട്ടോ. ബൈ, സീ യു.